എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് പഴം കൊഴുക്കട്ട. അതിന് വേണ്ട സാധനങ്ങൾ 2 ഏത്തപ്പഴം, കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര, ഏലക്ക, ജീരകം പൊടിച്ചത്, കുറച്ച് അരിപ്പൊടി. അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാവേ. അരിപ്പൊടിക്കകത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാവേ. വെള്ളമൊന്നും കൂടിപ്പോകാതെ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. അധികം വെള്ളം ചേർക്കേണ്ട, നമുക്കത് കുഴച്ചൊരു പരുവത്തിനെടുത്താൽ മതി. കുഴക്കട്ടയല്ലേ, അപ്പോൾ അത് പൊടിഞ്ഞു പോകാതെ ഒത്തിരി വെള്ളമായി കഴിഞ്ഞിട്ട് നമുക്കത് ശരിക്കും ഉരുട്ടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയേ. കുഴച്ച മാവ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇനിയുള്ള ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കാതെ. ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തേക്ക് നന്നായിട്ട് പുഴുങ്ങി എടുത്തിരിക്കുന്നതാണ്. അത് കട്ടയൊന്നും കൂടാതെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളത്തില്ല. നന്നായിട്ട് ഉടച്ചെടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയാണ്. കുറച്ച് മതി, അധികമൊന്നും വേണ്ട. കുറച്ച് തേങ്ങ, പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാൻ വളരെ കുറച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. പഴത്തിന് മധുരം ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അധികം മധുരം ഇതിനോട് ചേർക്കണ്ട. ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണേൽ പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാവേ. പിന്നെ എടുത്തിരിക്കുന്നത് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചേക്കുന്നതാണ്. ചെറുജീരകമാണ്. അതും കൂടെ മിക്സ് ചെയ്ത് വളരെ കുറച്ച് മതി, അത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതും അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മാവൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് അതൊന്ന് സോഫ്റ്റാക്കി എടുക്കാവേ. നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി, അന്നേരം അതങ്ങ് സോഫ്റ്റായിക്കോളും. വെള്ളം അധികമായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം അധികമാകാതെ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ പുരട്ടി ഉരുളിയാക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാവേ. പിന്നെ 4 മൂലയും ചേർത്ത് നമുക്കത് ഒന്ന് ഉരുട്ടിയെടുക്കാം. ആ ഫില്ലിങ്സ് ഉള്ളിൽ പോകുന്ന രീതിയിൽ ഒന്ന് മാവിനെ ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാവേ. നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിതെല്ലാം അങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്കിതിന് ആവി കയറ്റി വേവിച്ചെടുക്കാവേ. അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു 15-20 മിനിറ്റ് മതി വെന്ത് വരാൻ. നമുക്കപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കൊടുക്കാവേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ.